Good evening, sir. Najia. Good evening, sir. Good evening, sir. Good evening. ബോർഡിൽ വരയ്ക്കും. മക്കളെ പറയുന്നത് കേൾക്കാണ്ടോ? ഓക്കെ ഓക്കെ Yes, sir. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ 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 അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാ പറഞ്ഞു നിർത്തിയേ? ആർക്കാ ഓർമ്മ ഗുരുനാനക്. ഗുരുനാനാക്ക്. ഓക്കെ, ഗുരുനാനാക്കിന്റെ നമ്മള് കഴിഞ്ഞു അല്ലെ? ഗുരുനാനാക്കിന്റെ പറഞ്ഞു കഴിഞ്ഞല്ലേ നമ്മള്? കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ മക്കളെ, ഇനി നമ്മള് പഠിക്കാനുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു മിനിറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ അറിയോ? ഇനി നമുക്കതിൽ പഠിക്കാനുള്ളത് ഈ ഭക്തി മൂവ്മെന്റ്സില് കുറച്ച് എന്താ പറയാ, കുറച്ച് സ്ത്രീകളായിട്ടുള്ള പോയിറ്റ്സ് ഉണ്ടായിരുന്നു. ഇല്ലേ? സ്ത്രീകളായിട്ടുള്ള കുറച്ച് പോയിറ്റ്സ് ഉണ്ടായിരുന്നു. ആ പോയിറ്റ്സ് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോണത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് ഇതിന്റെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ പഠിച്ചു. അതായത് എങ്ങനെയാണ് ഭക്തി പ്രസ്ഥാനം ഉണ്ടായത്, ഭക്തി മൂവ്മെന്റ് ഉണ്ടായത്, ഈ ഭക്തി മൂവ്മെന്റ് എങ്ങനെയാണ് ആളുകളുടെ ഇടയിൽ എത്തിയത്, ഓക്കെ, ഈ ആളുകളുടെ ഇടയിൽ അതെങ്ങനെയാണ് എല്ലാവരെയും സ്പ്രെഡ് ചെയ്തത്, അന്നത്തെ റിലീജിയസ് സിസ്റ്റം അല്ലെങ്കിൽ മതത്തിന്റെ ഒരു സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെയാണ് ആളുകൾ അതിൽ നിന്ന് ഭക്തി മൂവ്മെന്റിൽ അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനത്തിലോട്ട് ആകൃഷ്ടരായത്, അല്ലെങ്കിൽ അവര് എന്താ പറയാ അങ്ങോട്ട് എത്തിയത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു തീർത്തായിരുന്നു. ഇല്ലേ? ക്ലിയർ ആണോ? ഇനി നമുക്കതില് പറയാനുള്ളത് അതില് കുറച്ച് സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് പോയിറ്റ്സ്. നമ്മൾ ഈ ബസവണ്ണ, കബീർദാസ് എന്നൊക്കെ പറയുന്ന പോലെ അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതെല്ലാം മിക്ക ആണുങ്ങളെയായിരുന്നു.
ഓക്കെ. അപ്പൊ അതിൽ കുറച്ച് ആണുങ്ങളല്ലാത്ത കുറച്ച് സ്ത്രീകളും ഉണ്ടായിരുന്നു, പെണ്ണുങ്ങളും സ്ത്രീകളും ഉണ്ടായിരുന്നു. ആ സ്ത്രീകള് ആരൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോണത്. നോക്കിക്കേ, ഒന്ന് മീരാബായി ആണ്, മീരാബായി. ഓക്കെ. രണ്ടാമത്തത് കാരയ്ക്കൽ അമ്മയാറാണ്, കാരയ്ക്കൽ അമ്മയാർ. മൂന്നാമത് ആണ്ടാളാണ്, ആണ്ടാൾ. ഓക്കെ. നാലാമത് ദഹിനാബായി ആണ്, ദഹനാബായി. അടുത്തത് സൊയ്റാബായി ആണ് അടുത്തത്. ലാൽ ദേദാണ് അതിലെ ആറാമത്തെ ആൾക്കാര്. ഓക്കെ. ഇവരില് എല്ലാവരും നമുക്ക് എന്താ പറയാ കുറച്ച് സാർ എന്താണ് ബഹിനാബായി ബഹിനാബായി. യെസ്. സ്ത്രീ സാന്നിധ്യം എന്നുള്ള ഇംഗ്ലീഷ് എന്താ? സ്ത്രീ, ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്. വുമൻസ് ഇൻ ഭക്തി മൂവ്മെന്റ്, അങ്ങനെ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ. വുമൻ ഇൻ ഭക്തി മൂവ്മെന്റ്. ഓക്കെ. വുമൻ ഇൻ ഭക്തി മൂവ്മെന്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. ഓക്കെ. ഇനി ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല. ഇനി നമ്മൾ പറയാൻ പോണത് ഇവരിലെല്ലാം കുറച്ച് കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ലാൽ ദേദ്. ഓക്കെ. ഇവരെല്ലാം കുറച്ച് കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ആ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതാണ് ഇനി നമ്മൾ എന്താണ് മക്കളെ? അഞ്ചാമത്തെ നമുക്ക് പറയാം. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ നമ്മൾ പറയുന്നത് കാരയ്ക്കൽ അമ്മയാറാണ്. മക്കളെ, ഇതിന്റെയൊക്കെ നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. കഴിഞ്ഞ നോട്ട് പോരെ? അങ്ങനെ എഴുതി തന്ന പോരെ നിങ്ങൾക്ക് നോട്ട്? ഇംഗ്ലീഷ് ഇംഗ്ലീഷും മലയാളം കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് തന്നാ പോരെ? ഓക്കെ. ഓക്കെ. മക്കളെ, ഇവിടെ നോക്കി. ഈ കാരയ്ക്കൽ അമ്മയാർ എന്ന് പറഞ്ഞ ആള്, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ഒരു ശൈവ ഭക്തിയായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, ശിവനെ ആരാധിക്കുന്ന ആളായിരുന്നു. ശൈവ ഭക്ത. ഓക്കെ. എന്താ മക്കളെ? സംസാരിക്കല്ലേ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പറയാം. ആദ്യത്തെ പോയിന്റ്, ശൈവ ഭക്തിയായിരുന്നു ഈ കാരയ്ക്കൽ. മക്കളെ സംസാരിക്കല്ലേ അവിടെ? സംസാരിക്കുന്നവരൊന്ന് മ്യൂട്ട് ആക്കിയിട്ട്. മക്കളെ, നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നേ അവിടെ. ഓക്കെ. ഈ ശൈവ ഭക്തനെ നമുക്ക് നായനാർ എന്ന് പറയാം, അല്ലെങ്കിൽ ശിവഭക്തരെ നമുക്ക് നായനാർ എന്ന് പറയും, അല്ലെങ്കിൽ ശിവ ഡിവോട്ടി അങ്ങനെയും പറയാം. ഓക്കെ. മക്കളെ മിണ്ടാണ്ടിരിക്കട അവിടെ. എന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ? എന്താ? രണ്ടാമത്തത്, ഇവർ ഈ എന്താ പറയാ, സംസാരിക്കല്ലേ. ആരാണത്? തമിഴ് ലിറ്ററേച്ചർ. ഓക്കെ. എടാ ഒന്നും മിണ്ടാണ്ടിരിക്കട മക്കളെ. നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എത്ര വട്ടം നിങ്ങളോട് പറയും, നിങ്ങൾക്ക് സംസാരിക്കാണ്ടെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് വേറെ എവിടെയും പോയി സംസാരിച്ച്. ഇവിടെ വേറെ ആൾക്കാർ കേൾക്കാനില്ലേ? നിങ്ങൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ കൊണ പറഞ്ഞാലോ? നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ? ഇത് വളരെ മോശമാണ് കേട്ടോ മക്കളെ. ഓക്കെ. കാരയ്ക്കൽ അമ്മയാറാണ് ആദ്യത്തെ നമ്മൾ പറഞ്ഞ ആള്. ആളൊരു ശിവഭക്തിയായിരുന്നു, ഒരു ശിവ ഡിവോട്ടി ആയിരുന്നു. അതായത് ശിവനെ ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു. തമിഴ് ലിറ്ററേച്ചർ നായനാസ് നമുക്ക് അങ്ങനെയും പറയാം. അതെ, തമിഴ് ലിറ്ററേച്ചറിൽ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബുക്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ. തമിഴ് ലിറ്ററേച്ചറിൽ ബുക്സ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ നമുക്ക് അങ്ങനെ പറയാം. തമിഴ് ലിറ്ററേച്ചറിൽ എന്താ പറയാ, കുറച്ച് റൈറ്റിംഗ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ബുക്സ് വേണ്ട, നമുക്ക് റൈറ്റിംഗ്സ് മതി. റൈറ്റിംഗ്സ്. ഓക്കെ. ഇതാണ് കാരയ്ക്കൽ അമ്മ, അല്ലെങ്കിൽ തമിഴ് സാഹിത്യത്തിൽ കുറെ രചനകൾ നടത്തി എന്നുള്ളതാണ്. അപ്പൊ 2 പോയിന്റ് ഇപ്പൊ തന്നെ മക്കളെ പഠിച്ചോ. ഒന്ന്, ഒരു ശിവഭക്തി ആയിരുന്നു, അല്ലെങ്കിൽ ശിവ ഡിവോട്ടി ആയിരുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ തമിഴ് ലിറ്ററേച്ചറിൽ എന്ത് ചെയ്തു, റൈറ്റിംഗ്സ്, അതായത് തമിഴ് സാഹിത്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആള് കുറച്ച് പുസ്തകങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ.
രണ്ടാമത് നമ്മൾ പറഞ്ഞത് ആണ്ടാളാണ്. ആണ്ടാൾ. ഓക്കെ മക്കളെ, ആണ്ടാളിനെ കുറിച്ചിട്ട് നമുക്ക് എന്താ പറയാ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ആളൊരു വൈഷ്ണവ ഡിവോട്ടിയാണ്. ഡിവോട്ടി അല്ലെങ്കിൽ എന്താ പറയാ വൈഷ്ണവ ഭക്ത കേട്ടോ. വൈഷ്ണവ ഭക്ത. വിഷ്ണുവിനെ ആരാധിക്കുന്ന ആള്, അത്രേ ഉള്ളൂ. ഇതാണ് നമുക്ക് ആണ്ടാളിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു ഒറ്റ പോയിന്റ് പഠിക്കാനുള്ളൂ. വൈഷ്ണവ ഡിവോട്ടി അല്ലെങ്കിൽ വൈഷ്ണവ ഭക്ത. ഓക്കെ, മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോണത് അക്ക മഹാദേവിയാണ്. ക്ലിയർ ആണോ? അക്ക മഹാദേവി. മക്കളെ, ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആണ്ടാൾ ഒന്നുമില്ല മക്കളെ, ഒരു വൈഷ്ണവ ഡിവോട്ടി ആയിരുന്നു, വൈഷ്ണവ ഭക്തിയായിരുന്നു. ഇത് മക്കളെ എന്താ വെച്ചാല് നമുക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഹാൻഡ് ബുക്കിലും കൂടിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോ പറയുന്നത്. ഓക്കെ, അതിൽ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കേണ്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പഠിക്കുന്നത് എന്തായാലും നീറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ ഒരുപാട് ഒന്നാമത്തെ ഇതില് ആദ്യത്തെ പോയിന്റ് മക്കളെ പറയാം. ഒരു കന്നഡ പോയറ്റ് ആയിരുന്നു. കന്നഡ പോയറ്റ് അല്ലെങ്കിൽ കന്നഡ സാഹിത്യ അല്ലെങ്കിൽ കവിയത്രി ആയിരുന്നു ആര്? അക്ക മഹാദേവി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വീരശൈവ മൂവ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. വീരശൈവ മൂവ്മെന്റ് അല്ലെങ്കിൽ വീരശൈവ പ്രസ്ഥാനം. ഇതിലെ നോക്കി, വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രായം കുറഞ്ഞ അംഗമായിരുന്നു. പ്രായം കുറവുള്ള ആളായിരുന്നു. അതായത് ഈ അക്ക മഹാദേവിക്ക് ഏജ് വളരെ കുറവായിരുന്നു. ഓക്കെ, പക്ഷെ ഭക്തിയിൽ എന്താണ്? ശിവനെ ആരാധിക്കുന്ന ആള്, അത്രേ ഉള്ളൂ. ഈ വീരശൈവ മൂവ്മെന്റ് അല്ലെങ്കിൽ വീരശൈവ പ്രസ്ഥാനം എന്നാണെന്നുണ്ടെങ്കിൽ മക്കളെ, അത് നമ്മളെ ബസവണ്ണയുടെ കാലത്ത് ഉണ്ടാക്കിയതാ. ഓർമ്മ ഉണ്ടോ അത് പറഞ്ഞത്? ഓക്കെ, അയച്ചുതരാം. ഓക്കെ, അതായത് ഈ വീരശൈവ മൂവ്മെന്റില് പ്രായം കുറവുള്ള ആളായിരുന്നു ആര്? ഈ അക്ക മഹാദേവി. പക്ഷെ ആള് ഭയങ്കര ഭക്തിയായിരുന്നു. അതാണ് ഭക്തിയിൽ മുതിർന്നവൾ എന്ന് കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഈ അക്ക മഹാദേവിനെ അക്ക എന്ന് വിളിച്ചത്. ക്ലിയർ? അതായത് പ്രായം വളരെ കുറവായിരുന്നു ആൾക്ക്, പക്ഷെ ഭയങ്കര ഭക്തിയായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിച്ചത്? അക്ക എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ്. ക്ലിയർ ആണോ മക്കളെ? എന്താ പറയാ, അതായത് വീരശൈവ മൊമെന്റില് ഏറ്റവും ഏജ് കുറഞ്ഞുള്ള ആളായിരുന്നു. പക്ഷെ ആൾ എന്ത് ചെയ്യുന്ന ഹൈ ഡിവോട്ടി ആയിരുന്നു, ഭയങ്കര ഭക്തിയായിരുന്നു. അതുകൊണ്ട് ദേ കോൾഡ് ഹെർ അക്ക. ക്ലിയർ ആണോ? അവരെ അക്ക എന്ന് വിളിച്ചു. അതുകൊണ്ടാണ് കണ്ടോ, ഈ അക്ക എന്ന് പറയുന്നത് ആള് ജനിച്ചപ്പെട്ട പേരൊന്നല്ല. ശരിക്കുള്ള പേര് മഹാദേവി എന്നായിരുന്നു. എങ്ങനെയാണ് ഈ അക്ക എന്ന് വന്നത്? ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാജാറാം മോഹൻ റോയ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒരാളായിരുന്നു രാജാറാം മോഹൻ റോയ്. നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, നോക്കിയേ, ഇങ്ങനെയാണ് പേര് എഴുതുക: രാജ റാം മോഹൻ റോയ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ രാജ എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, ഇത് ഈ രാജാറാം മോഹൻ റോയുടെ ശരിക്കുള്ള പേര് റാം മോഹൻ റോയ് എന്നാണ്. അപ്പൊ എവിടുന്ന് ഈ രാജ എന്ന് പറഞ്ഞത്? രാജ എന്ന് പറഞ്ഞ ഒരു പദവി കൊടുത്തതാണ്. രാജ എന്ന് പറഞ്ഞിട്ടൊരു പദവി കണ്ടോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞത്. നമ്മൾ വിചാരം രാജാറാം മോഹൻ റോയ് എന്നാ ശരിക്കുള്ള പേര് എന്നാണ്. രാജ എന്ന് പറയുന്നത് ഒരു പദവിയാണ്. ക്ലിയർ ആണോ? രാം മോഹൻ റോയ് എന്നായിരുന്നു ശരിക്കുള്ള പേര്. അപ്പൊ ഈ രാജ എന്ന് പറയുന്നത് അവിടുത്തെ എന്താ പറയാ, മറ്റേ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള, രാജാവ് കൊടുത്തിട്ടുള്ള ഒരു പദവിയാണ് രാജ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പത്മശ്രീ മമ്മൂട്ടി എന്ന്. പത്മശ്രീ മമ്മൂട്ടി കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു മിനിറ്റ് പറഞ്ഞുതരാം, സംസാരിക്കാണ്ടിരിക്കും. ഈ പത്മശ്രീ മമ്മൂട്ടി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്?
ഇല്ല. പത്മശ്രീ എന്ന് പറയുന്നത് മമ്മൂട്ടിന്റെ ആദ്യ കാലത്ത് തന്നെ ഇട്ട പേരാണോ? അല്ല. പത്മശ്രീ എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് അല്ല ഇന്ത്യൻ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഒരു പുരസ്കാരമാണ് പത്മശ്രീ എന്ന് പറയുന്നത്. അല്ലെ? അങ്ങനെയാണ് പത്മശ്രീ മമ്മൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ അക്ക എന്ന് പറയുന്നത്. അത് ആളുകൾ കൂടി കൊടുത്തതാണ്. എന്തുകൊണ്ടാണ് അക്ക എന്ന് കൊടുത്തത്? അതായത് ഹൈ ഡിവോട്ടി ആയിരുന്നു ആള്. ഓക്കെ, വീരശൈവ മൂവ്മെന്റിൽ ബസവണ്ണനെ പോലെ ഒരുപാട് പ്രായമുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അവിടെ പ്രായം കുറവുള്ള ആളായിരുന്നു ഈ മഹാദേവി എന്ന് പറയുന്നത്. പക്ഷെ ഹൈ ഡിവോട്ടി ആയിരുന്നു. ഈ ഹൈ ഡിവോട്ടി ആയതുകൊണ്ടാണ് നമ്മൾ അവരെ എന്ത് വിളിച്ചത്? അക്ക എന്ന് വിളിച്ചത്. അങ്ങനെയാണ് എന്ത് ചെയ്ത് ഈ മഹാദേവി അക്ക മഹാദേവി എന്നുള്ള പേരിലേക്ക് വന്നത്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടി ഈ നമ്മളെ വചന സാഹിത്യം ഉണ്ടല്ലോ, വചന ലിറ്ററേച്ചർ സംസാരിക്കല്ലേ മക്കളെ? വചന ലിറ്ററേച്ചറിൽ ഉത്കൃഷ്ട രചനകൾ, ഈ ഉത്കൃഷ്ട രചനകളും രചിച്ചിട്ടുള്ളത് ആരാണ്? അക്ക മഹാദേവിയാണ്. സോ 3 പോയിന്റ് ആണ്. കന്നഡ പോയറ്റ് ആണ്. വീരശൈവ മൂവ്മെന്റിൽ പ്രായം കുറഞ്ഞ ആളാണ്. പക്ഷെ ഭക്തിയിൽ ഹൈ ആയിരുന്നു, ഡിവോഷനില്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അക്ക എന്ന് വിളിച്ചു. അതുപോലെ തന്നെ വചന ലിറ്ററേച്ചറിൽ ഉത്കൃഷ്ട ലിറ്ററേച്ചർ ഒക്കെ എഴുതിയിട്ടുള്ള ആളായിരുന്നു അക്ക മഹാദേവി എന്ന് പറയുന്നത്. രചന എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? അത് ഉത്കൃഷ്ട തന്നെ ആയിരിക്കും. ഉത്കൃഷ്ട രചന എന്ന് തന്നെയാ പറയാ. ഉത്കൃഷ്ട റൈറ്റിംഗ്സ് അങ്ങനെയൊക്കെ പറയാം മക്കളെ. ഉത്കൃഷ്ട ഓക്കെ. എന്താ മക്കളെ? അക്ക എന്നുള്ള ചേച്ചി എന്നുള്ളൊരു അർത്ഥമുള്ളൂ, വേറെ അർത്ഥമൊന്നുമില്ല കേട്ടോ. ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ്സ് ആണ് ഇതില് ഉത്കൃഷ്ട രചന എന്ന് പറയുന്നത്. മക്കളെ, നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് അതെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് സമയമല്ല, വേഗം തീർക്കാം. പറയാം. ഞാൻ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ സ്ലൈഡ് എല്ലാം പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നുകൂടി റിവിഷൻ ചെയ്തു തരാം. നമ്മൾ 4ാമത്തെ ആളെ കുറിച്ച് പറയുന്നത് ലാൽദേദ് ആണ്. ലാൽദേദ് മക്കളെ, ഈ ലാൽദേദ് എന്ന് പറഞ്ഞാല് കാശ്മീരിലുള്ള ഒരാളായിരുന്നു. കാശ്മീരിലായിരുന്നു ആളുള്ളത്. ക്ലിയർ? ആദ്യത്തെ പോയിന്റ്, ആള് കാശ്മീരിലായിരുന്നു. പിന്നെ കാശ്മീരി ലാംഗ്വേജില്, കാശ്മീരി ഭാഷയില് കവിത അല്ലെങ്കിൽ പോയം ഈ ലാൽദേദ് എന്ന് പറയുന്നത് കാശ്മീരി ലാംഗ്വേജിലായിരുന്നു പോയംസ് ഒക്കെ എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ അതുപോലെ തന്നെ ആള് ഈ കാസ്റ്റ്, റിലീജിയൻ, റേസ്, അതുപോലെ തന്നെ ലെഗസി, ഈ സാധനങ്ങൾക്കൊക്കെ എതിരായിരുന്നു. റേസ് എന്ന് പറഞ്ഞ വംശം. എന്താണ് റേസ് എന്ന് പറഞ്ഞ വംശം. ഈ ലെഗസി എന്ന് പറഞ്ഞ പാരമ്പര്യം. ഈ സാധനങ്ങൾക്കൊക്കെ എതിരായിരുന്നു ആര്? ഈ ലാൽദേദ് എന്ന് പറയുന്ന ആള്. നോക്കി, ഒരു പേരും കൂടി ഉണ്ട്, ലല്ലാഭായ് എന്നാണ് പറയാ. ലല്ലാഭായ്. ഓക്കെ, ലാൽദേദ് അല്ലെങ്കിൽ ലല്ലാഭായ് എന്നാണ്. അങ്ങനെ ഒരു പേരും കൂടി ആർക്കുണ്ട്? നമ്മുടെ ഈ ലാൽദേദിനുണ്ട്. ആദ്യത്തെ പോയിന്റ് അതെ. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാശ്മീരിലാണ് ആള് ജനിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് കാശ്മീരി ലാംഗ്വേജിലാണ് പോയംസ് ഒക്കെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലെഗസി, ഈ കാര്യങ്ങൾക്കൊക്കെ എതിരായിരുന്നു. ഈ മൂപ്പത്തിക്ക് ഈ ലല്ലാഭായ്ക്ക് വേറൊരു പേരുണ്ട്. അല്ല, ലാൽദേദിന് ലാൽദേദിന് വേറൊരു പേരുണ്ട്. ആ പേരായിരുന്നു എന്ത്? ലല്ലാഭായ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇതിന്റെയൊക്കെ നോട്ട്സ് തരാം കേട്ടോ. ഇതിന്റെയൊക്കെ നോട്ട്സ് തരാം, ആരും പേടിക്കണ്ട. ഓക്കെ, അടുത്തത് 5ാമത്തെ ആളാണ് നമ്മുടെ മീരാഭായ് എന്ന് പറയുന്നത്. മീരാഭായ് എന്ന് പറയുന്നത് മക്കളെ അതെ 16th സെഞ്ചുറി, 16ാം നൂറ്റാണ്ടിലാണ് ഈ മീരാഭായ്
ജീവിച്ചിരുന്നത് എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഓക്കെ, നമ്മുടെ കബീർ ദാസ്, അതുപോലെ സൂർദാസ്, അതുപോലെ തന്നെ തുളസീദാസ്, ഇവരൊക്കെ ഈ മീരാബായിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഇവര്. അതുകൊണ്ട് നമ്മൾ ഇവരെ സമകാലികർ എന്ന് പറയും. സമകാലികരുടെ ഇംഗ്ലീഷ് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതായത് ഇത്രയേ ഉള്ളൂ, ആശയം ഇത്രയേ ഉള്ളൂ. ഈ കബീർദാസും തുളസീദാസും സൂർദാസും ഒക്കെ ജീവിച്ചിരുന്ന ടൈമിലാണ് മീരാബായിയും ജീവിച്ചിരുന്നത്. എനിക്ക് അതിന്റെ പെട്ടെന്ന് തന്നെ സമകാലികർ എന്നുള്ളതിന്റെ എന്താ പറയാ ഇംഗ്ലീഷ് ഓർമ്മ വരുന്നില്ല. ഞാൻ എന്തായാലും നോട്ട്സിൽ എഴുതാം കേട്ടോ. സമകാലികൾ പറഞ്ഞെന്താ സാറേ? അതായത് അതാ ഞാൻ പറഞ്ഞത്, ഈ കബീർദാസും സൂർദാസും തുളസീദാസും ഒക്കെ ജീവിച്ചിരുന്ന സമയത്താണ് നമ്മുടെ മീരാബായും ജീവിച്ചിരുന്നത്. ഇപ്പൊ നമുക്ക് പറയാം മമ്മൂട്ടിയൊക്കെ ജീവിച്ച ആ ഒരു കാലഘട്ടത്തിൽ നമ്മളും ജീവിച്ചിരുന്നു എന്ന് പറയാം, അല്ലെ? ഇപ്പൊ ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ജീവിച്ചിരുന്നുണ്ടോ? ഇല്ല. ആ ഗാന്ധിജി മരിച്ചു പോയതിനു ശേഷമാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. പക്ഷെ മമ്മൂട്ടിയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തല്ലേ നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം നമ്മൾ അവരൊക്കെ ഏതാണ്ട് സമകാലികരാണ്, ഒരേ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണെന്നൊക്കെ പറയാം. ക്ലിയർ? അതാണ് ഈ സമകാലികർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. എനിക്ക് അതിന്റെ ഇംഗ്ലീഷ് ഇപ്പോ വായിൽ വരുന്നില്ല. ഞാൻ എന്തായാലും ഓക്കെ, ഞാൻ അതിന്റെ ഇംഗ്ലീഷ് ഞാൻ എന്തായാലും ഇനി എഴുതുമ്പോ നോട്ട്സ് തരുമ്പോ അതില് എന്താണ്. ഓക്കെ, അടുത്തത് ഓക്കെ, അടുത്ത ആളാണ് സൊയ്റാബായി ആണ് കേട്ടോ. സൊയ്റാബായി. ഓക്കെ, സൊയ്റാബായില് ഒന്നുമില്ല, പറയല്ലേ മഹാരാഷ്ട്രയിലാണ് ആള് ജനിച്ചത്. മഹർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, മഹർ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ മഹർ എന്ന് പറഞ്ഞ മഹർ എന്ന് പറയുന്ന വംശം അല്ലെങ്കിൽ വിഭാഗം. മഹാരാഷ്ട്ര എന്നാണ് മോനെ. MH എന്ന് പറഞ്ഞ മഹാരാഷ്ട്രനെ നമ്മള് ചുരുക്കി എഴുതുന്നതാണ്. ഇപ്പൊ കേരളനെ KL എന്ന് എഴുതുന്ന പോലെ മഹാരാഷ്ട്രനെ MH എന്നാണ് എഴുതുന്നത്. ഓക്കെ, മഹർ എന്ന് പറയുന്നത് മഹർ മക്കളെ പറയട്ടെ, ഞാൻ തന്നെ മുഴുവിക്കട്ടെ. മഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം, അതായത് അവിടുത്തെ ഒരു കാസ്റ്റ് ആണ് ഈ മഹർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം. എനിക്ക് തോന്നുന്നു നമ്മുടെ അംബേദ്കർ ഈ ഒരു മഹർ വിഭാഗത്തിൽ പെട്ട ആളായിരുന്നു. നിങ്ങൾ അംബേദ്കറിന്റെ ഒരു സിനിമ ഉണ്ട്, ബാബാ സാഹിബ് അംബേദ്കർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മമ്മൂട്ടി. MH എന്ന് പറഞ്ഞ മഹാരാഷ്ട്ര. മഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാ അപ്പോ ബാബാ സാഹിബ് അംബേദ്കർ എന്നാണ് തോന്നുന്നത് സിനിമയുടെ പേര്. മമ്മൂട്ടിയാണ് അതിൽ അംബേദ്കർ ആയിട്ട് അഭിനയിച്ചത്. നല്ല സൂപ്പർ സിനിമയാണ്. നിങ്ങളത് നമ്മുടെ USS ഒക്കെ കഴിഞ്ഞ് ഫ്രീ കിട്ടുന്ന സമയത്ത് ആ സിനിമയ്ക്ക് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇംഗ്ലീഷാണ് സിനിമ. ഓക്കെ, ഇതാണ് ആര് നമ്മുടെ സൊയ്റാബായിനെ കുറിച്ചിട്ട് ഈ 2 കാര്യങ്ങളെ പറയാനുള്ളൂ. മഹർ എന്ന് പറഞ്ഞ മക്കളെ, ഇപ്പൊ നായർ എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മുടെ കേരളത്തില്. ഹിന്ദു വിഭാഗങ്ങൾക്ക് നായർ എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ നായർ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? നായർ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നായർ എന്ന് തന്നെ എഴുതാം, അത്രേ ഉള്ളൂ. മഹറിനെ നമ്മള് മഹർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എഴുതുക. മഹർ എന്താണ് മക്കളെ? ഒന്നുമില്ല, മഹർ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളായിരുന്നു സൊയ്റാബായി എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. അടുത്തത് ലാസ്റ്റ് ആളാണ് കമ്മ്യൂണിറ്റി ബഹിനാബായി. അടുത്ത ആളാണ് ബഹിനാബായി എന്ന് പറയുന്നത്. ബഹിനാബായി എന്നൊന്നു പറഞ്ഞ ഒറ്റ പോയിന്റേ ഉള്ളൂ. മഹാരാഷ്ട്രയിലാണ് ആള് ജനിച്ചത്. 17th സെഞ്ചുറിയിൽ അല്ലെങ്കിൽ 17ാം നൂറ്റാണ്ടിലെ മഹാരാഷ്ട്രയിലാണ് ആര് ജനിച്ചിട്ടുള്ളത്? ബഹിനാബായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയാ ഈ ഭക്തി പോയിറ്റ്സുമായിട്ട്, അല്ലെങ്കിൽ വുമൻസ് ഇൻ ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്ന് കാരക്കൽ അമ്മ എന്ന് പറയുന്നത്. മക്കളെ ഞാൻ ഓരോന്നോരോന്നായിട്ട് വായിച്ചു വരാം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ആള് കാരക്കൽ അമ്മയാറാണ്. മക്കളെ സംസാരിക്കല്ലേ, ഇനി സംസാരിക്കല്ലേ. ഒന്ന് കാരക്കൽ അമ്മയാറാണ്.
ഒരു ശൈവ ഡിവോട്ടി ആയിരുന്നു ആള്. അതുപോലെ തന്നെ തമിഴ് ലിറ്ററേച്ചറിൽ റൈറ്റിംഗ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തത് ആണ്ടാള്, ഒരു വൈഷ്ണവ ഭക്തിയായിരുന്നു ആള്. മൂന്നാമത്തത് അക്ക മഹാദേവി. അക്ക മഹാദേവിയില് 3 പോയിന്റ് ആണുള്ളത്. ഒന്ന് കന്നഡ പോയിന്റ് ആയിരുന്നു, വീരശൈവ മൊമെന്റില് പ്രായം കുറഞ്ഞ ആളായിരുന്നു, പക്ഷെ ഭക്തിയിൽ ഭയങ്കര ഹൈ ആയിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് ആളെ അക്ക എന്ന് വിളിച്ചു. ഈ വചന ലിറ്ററേച്ചറിൽ ഉത്കൃഷ്ട രചനകൾ എഴുതിയിട്ടുള്ളത് ഈ അക്ക മഹാദേവിയാണ്. നാലാമത്തത് ലാൽദേദാണ്, കാശ്മീരിലുള്ള ആളാണ്. കാശ്മീരി ലാംഗ്വേജിലായിരുന്നു ആള് പോയംസ് ഒക്കെ എഴുതിയിരുന്നത്. കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലെഗസി ഈ കാര്യങ്ങൾക്കൊക്കെ ആൾ എതിരായിരുന്നു. ലല്ലാബായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരും കൂടി ആൾക്കുണ്ട്. അഞ്ചാമത്തെ ആള് മീരാബായി ആണ്. ഓക്കെ, മീരാബായി 16th സെഞ്ചുറിയിലാണ്. കബീർ ദാസ്, സൂർദാസ്, തുളസിദാസ് ഈ ആളുകളുടെ, ഈ ഫേമസ് ആയിട്ടുള്ള ഈ ആളുകളുടെ കാലത്തായിരുന്നു ഈ മീരാബായും ജീവിച്ചിരുന്നത്. ആറാമത്തെ ആള് സൊയ്റാബായി ആണ്. മഹാരാഷ്ട്രയിലാണ് ജനിച്ചത്. മഹർ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളായിരുന്നു, അല്ലെങ്കിൽ മഹർ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ലാസ്റ്റത്തെ ആള് ബഹിനാബായി ആണ്. മഹാരാഷ്ട്രയിൽ തന്നെയാണ് ജനിച്ചത്. 17th സെഞ്ചുറിയിലാണ് ആൾ എന്ത് ചെയ്ത് ജനിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങള് ക്ലിയർ ആണോ? സർ 17th സെഞ്ചുറി എന്നാല് ജനനാണോ? അതെ, ജനനം. എന്താണ്? ലാൽദേദ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, കാശ്മീരിലാണ് ജനിച്ചത് ആള്. അപ്പൊ ഉറപ്പായിട്ടും കാശ്മീരി ലാംഗ്വേജിലല്ലേ കവിതകൾ എഴുതിയിട്ടുണ്ടാവുക? അതെ, കവിതകൾ എഴുതിയ ലാംഗ്വേജ് കാശ്മീരിയാണ്. കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലെഗസി ഈ കാര്യങ്ങൾക്കൊക്കെ ആര്? ലാൽദേദ് എതിരായിരുന്നു. ലല്ലാബായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരും ആൾക്കുണ്ടായിരുന്നു. അത്രയുള്ള പോയിന്റ്സ്. ആ കൃതികള് ഇവരങ്ങനെ കൃതികളൊന്നും എഴുതിയിട്ടില്ലല്ലോ. എഴുതിയിട്ടുണ്ട്, നമുക്ക് പഠിക്കാനില്ല കാര്യം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഇതിന്റെ എഫക്റ്റുകളെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. ഭക്തി മൂവ്മെന്റിന്റെ എഫക്ട്സ് ആണ്. ആണാണോ പെണ്ണാണോ? പെണ്ണല്ലേ മക്കളെ, നമ്മള് വുമൻസ് ഇൻ ഭക്തി മൂവ്മെന്റ് എന്നല്ലേ പറഞ്ഞേ, അപ്പൊ ഉറപ്പായിട്ടും പെണ്ണാവില്ലേ അത്? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഭക്തി മൂവ്മെന്റ് വന്നതുകൊണ്ടുള്ള എഫക്റ്റുകൾ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി നമുക്ക് പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നുകൂടി വരാം. അതായത് എപ്പോഴാണ് നമ്മൾ ഭക്തി മൂവ്മെന്റ് വന്നത്? അതായത് ഇന്ത്യയിൽ മൊത്തം എന്താ പറയാ അനാചാരങ്ങൾ, അതായത് ബാഡ് ആയിട്ടുള്ള റിച്വൽസും കാസ്റ്റംസും ഒക്കെ ഉള്ള സമയത്താണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്താ പറയാ ഈക്വൽ പാർട്ടിസിപ്പേഷനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഈ സമയത്തൊക്കെയാണ് നമ്മുടെ ഭക്തി മൂവ്മെന്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ എന്തൊക്കെയായിരിക്കും ഇത് വന്നുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതാണ് ഇനി നമ്മൾ നോക്കാൻ പോണത്. ക്ലിയർ ആണോ? ഭക്തി മൂവ്മെന്റ് വന്നുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോണത്. ഓക്കെ, എന്തൊക്കെയായിരിക്കും മക്കളെ? എന്തൊക്കെയായിരിക്കും നോക്കിക്കേ. ഒന്ന് ഇക്വാളിറ്റി വന്നു. സംസാരിക്കല്ലേ പറയാം. ശ്രദ്ധിക്കുന്ന ആയിട്ടില്ല, അവിടേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഒന്ന്, സ്ത്രീകളും പുരുഷന്മാരൊക്കെ തമ്മിൽ ഒരു ഇക്വാളിറ്റി വന്നു. മക്കളെ നിങ്ങൾ മിണ്ടാണ്ടിരുന്നേ. ഇക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വന്നു. ഓക്കെ, നമുക്ക് ഇഷ്ട ദൈവത്തിനെ ആരാധിക്കാൻ പറ്റും. ഇഷ്ട ദൈവ ആരാധന, ഇഷ്ടദൈവത്തെ ഈ ഇഷ്ടദൈവത്തിനെ നമുക്ക് ആരാധിക്കാൻ പറ്റി. ഓക്കെ, കുറെ എന്താ പറയാ അനാചാരങ്ങൾ രണ്ടിന്റെ ഇംഗ്ലീഷ് എന്താ? ചോദ്യം ചെയ്തു. ഞാൻ പറഞ്ഞുതരാം. ചോദ്യം ചെയ്തു. അതായത് നോക്കിക്കേ, ഇക്വാളിറ്റി, തുല്യത വന്നു. ആളുകൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ ഒരു ഇക്വാളിറ്റി വന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ മാത്രമല്ല, റിലീജിയൻ, വ്യത്യസ്ത റിലീജിയനിലെ ഇടയിൽ എന്ത് വന്നു? ഒരു ഇക്വാളിറ്റി വന്നു. കാസ്റ്റുകൾക്കിടയിൽ ഒരു ഇക്വാളിറ്റി വന്നു. ജെൻഡറിന്റെ ഇടയിൽ ഒരു ഇക്വാളിറ്റി വന്നു. റേസിന്റെ ഇടയിൽ ഒരു ഇക്വാളിറ്റി വന്നു. ഇങ്ങനെ ഒരുപാട് കാര്യത്തിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു? ഒരു തുല്യത വന്നു. എല്ലാവരും മനുഷ്യരാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇഷ്ട ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ പറ്റി. അതായത് ഫേവറേറ്റ് ഡിവോട്ടീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? അവരോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി.
ക്ലിയർ. പിന്നെ അനാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ റിച്വൽസിന് മീനിങ്ലെസ് ആയിട്ടുള്ള റിച്വൽസ് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. നമ്മുടെ ഈ ബസവണ്ണിയും അതുപോലെ തന്നെ അക്ക മഹാദേവി എല്ലാം ചെയ്തത് അത് തന്നെയല്ലേ, ഈ അനാചാരങ്ങൾ അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള റിച്വൽസിനൊക്കെ ചോദ്യം ചെയ്തു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എന്തുണ്ടായി നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല അന്ന്. ഓക്കെ, എന്നാലും നമുക്ക് ഇന്ത്യ എന്ന് ഓവറോൾ ആ ഒരു കൺട്രീനെ നമുക്ക് ഇന്ത്യ എന്ന് വിളിക്കാം. അങ്ങനെ ഇങ്ങനത്തെ ഒരുപാട് കാര്യത്തില് ഒരു മാറ്റം വന്നു തുടങ്ങി. ക്ലിയർ ആണോ സാറേ ഫസ്റ്റത്തെ മലയാളം എഴുതോ? മക്കളെ? റിലീജിയൻ എന്ന് പറഞ്ഞാൽ മതം, ജാതി, ജെൻഡർ എന്ന് പറഞ്ഞാൽ ലിംഗം, ഇതിന്റെയൊക്കെ റേസ് എന്ന് പറഞ്ഞാൽ വംശം. ഇതിന്റെ ഒക്കെ നോട്ട് തരാം, നിങ്ങൾ പേടിക്കണ്ട. എല്ലാവർക്കും ഞാൻ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ നോട്ട് തന്നപ്പോ നിങ്ങൾക്ക് അതിൽ ഇംഗ്ലീഷ് മലയാളം ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അതുപോലെ തരും. ശരി സാറേ. അനാചാരങ്ങൾ പറഞ്ഞെന്താ? മീനിങ് ഫുൾ ആയിട്ടുള്ള റിച്വൽസ്, അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. ഓക്കെ, ഇംഗ്ലീഷില് എന്താണ് ഇഷ്ടദൈവ ആരാധന? അതൊന്നും ഇംഗ്ലീഷിൽ റിലീജിയനും തമ്മിലുള്ള വ്യത്യാസം? കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിലീജിയന്റെ ഒരു ഭാഗമായിട്ടാണ് കാസ്റ്റ് വരിക. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വിഭാഗത്തിന് എടുക്കാം. മുസ്ലിം എന്നോ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു റിലീജിയൻ ആണ്. ഓക്കെ, ഒരു റിലീജിയൻ ആണ് മുസ്ലിം എന്ന് പറഞ്ഞാല്. നിങ്ങൾ മുജാഹിദ്, സുന്നി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഷിയ, മുജാഹിദ്, സുന്നി. അത് ഇതിന്റെ ഒരു കാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇതിൽ വരുന്ന കുറച്ച് വേറെ ടൈപ്സ് ഓഫ് അതിനെയാണ് നമ്മൾ കാസ്റ്റ് എന്ന് പറയാം. ഇനി അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റീനെ എടുത്തു. ഹിന്ദു കമ്മ്യൂണിറ്റിയില് ബ്രാഹ്മണ, നായർ, ഓക്കെ, ഈഴവ, ഇങ്ങനത്തെ ഒരുപാട് കാസ്റ്റുകൾ ഉണ്ട്. ക്ലിയർ ആണോ? ഹിന്ദു എന്ന് പറയുന്നത് ഒരു റിലീജിയൻ ആണ്. ഈ ബ്രാഹ്മണ, നായർ, ഈഴവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് അതിൽ ഓരോ കാസ്റ്റുകളാണ്. പറയുമോണ്ട് ഭക്തി മൂവ്മെന്റ് ഇല്ലേ, അതില് രണ്ടാമത്തെ ഇഷ്ടദൈവാരാധന, അതിന് ഇംഗ്ലീഷ് ഒന്ന് പറയോ? ഫേവറേറ്റ് ഡിവോട്ടീനെ നമുക്ക് എന്താ പറയാ പ്രെയർ ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, കുറെ കാസ്റ്റ് ചേർന്നതാണ് റിലീജിയൻ. അതെ അതെ, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് സൂഫി മൂവ്മെന്റ് കൂടി നമുക്ക് പറയാനുണ്ട്. ഓക്കെ, സൂഫിയും കൂടി നമുക്ക് പറയാനുണ്ട്. സൂഫി മൂവ്മെന്റ്. മക്കളെ പറയടാ, പറയേ. ഓക്കെ, സൂഫി മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പോ എന്താ പറയാ, ഇസ്ലാം എന്ന് പറഞ്ഞൊരു റിലീജിയൻ അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് ഒരു 7th സെഞ്ചുറിയിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് സൂഫി മൂവ്മെന്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇതൊരു ഇസ്ലാമിക് ഓക്കെ, ഇതൊരു ഇസ്ലാമിക് ഭക്തി മൂവ്മെന്റ് ആയിരുന്നു. ഇസ്ലാമിക് ഭക്തി മൂവ്മെന്റ് എഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാ ആ റൈസർ വരിക. മക്കളെ അതൊക്കെ നമുക്ക് തീരുമാനമാക്കാം. നിങ്ങൾക്ക് നോട്ടും ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ക്ലിയർ ആകാൻ നോക്ക്. ബോർഡൊന്നും നിങ്ങളിപ്പോ നോക്കണ്ട. ഓക്കെ, അതിനുള്ള നോട്ട്സ് ഒക്കെ ഞാൻ എഴുതിയിട്ട് വൃത്തിയായിട്ട് എഴുതിയിട്ട് അയച്ചു തരാം. ഇത്രേ ഉള്ളൂ. സൂഫി മൂവ്മെന്റ് എന്ന് പറഞ്ഞ കാര്യം മക്കളെ സംസാരിക്കല്ലേടാ. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഇപ്പൊ കഴിഞ്ഞ ഭക്തി മൂവ്മെന്റിൽ സംശയമുള്ളവരെന്ത് ചോദിച്ചു? ഭക്തി മൂവ്മെന്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ, എന്നിട്ട് നമുക്ക് അത് തീർത്തിട്ട് അടുത്തേക്ക് പോകും. എന്താണ് പറ, കേട്ടില്ല. ലാസ്റ്റിലെ സർ ഫസ്റ്റ് പോയിന്റ് എന്താ? 7th സെഞ്ചുറിയിലാണ് ഇത് എന്താ പറയാ തുടങ്ങിയത്, സൂഫി മൂവ്മെന്റ്. ഈ സൂഫി മൂവ്മെന്റ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഭക്തി മൂവ്മെന്റിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. മീരാഭായി ഇല്ലേ? മീരാഭായി ഉണ്ട്. മീരാഭായി ഈ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പോയംസ് എഴുതിയെന്ന് പറഞ്ഞിരുന്നു.
അത് പോയിന്റ് ആക്കി കൂട്ടാൻ പറ്റുമോ? ആ കൂട്ടിക്കോ, കുഴപ്പമില്ല. അതെന്താ വെച്ചാല് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റിൽ ഞാനത് കണ്ടില്ല, ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, ഇനി അങ്ങനെ ടെക്സ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ സർ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? മലയാളം ഏ ഓക്കെ, അപ്പൊ എടാ മക്കളെ തരാടാ, നിങ്ങൾക്ക് നോട്ട് തരുമ്പോ അതൊക്കെ ഉണ്ടാവും ഇതില്. അപ്പൊ എന്താ വെച്ചാൽ ഒന്നാമത് നമുക്ക് സമയമില്ല. അപ്പൊ ഈ 2 ലാംഗ്വേജിൽ ഈ സംഭവങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ മുന്നോട്ട് പോവില്ല. നിങ്ങൾക്ക് നോട്ട് തരുമ്പോൾ വൃത്തിയായിട്ട് അതിൽ ഇംഗ്ലീഷും മലയാളവും എല്ലാം ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, എന്നാ ഇനി അടുത്ത് പറയട്ടെ. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഓക്കെ, ഇനി നമ്മൾ സൂഫി മൂവ്മെന്റിൽ പറയാൻ പോണത് എങ്ങനെയാണ് ഈ സൂഫി മൂവ്മെന്റ് ഉണ്ടായത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തത്. നമ്മൾ ആക്ച്വലി ഈ സൂഫി മൂവ്മെന്റും ഭക്തി മൂവ്മെന്റും ഒക്കെ സെയിം കാര്യങ്ങൾ തന്നെയാ പറയുന്നത്, ഡീൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ പറയുന്ന സൂഫി മൂവ്മെന്റില് ഈ സൂഫി മൂവ്മെന്റിലുള്ള ആളുകൾ അതിൽ ഈ പ്രെയർ അല്ലെങ്കിൽ ഭക്തിനെ, ഡിവോഷനെ നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തോട് അടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ക്ലിയർ ആണോ? ഇഷ്ട ദൈവത്തിനോട് ഇപ്പോ ഞാൻ ഭക്തി അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് കൂട്ടിക്കോ. കൃഷ്ണൻ എന്ന് പറഞ്ഞ ദൈവത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഞാൻ കൃഷ്ണനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതിനായിരുന്നു ഇവര് എന്ത് പ്രാർത്ഥിച്ചിരുന്നത്. ഓക്കെ, ഭക്തി എന്ന് പറയുന്നത് ഇഷ്ടദൈവത്തിനോട് അടുക്കാനുള്ള ഒരു മാർഗമായിട്ട്. അപ്പോ സൂഫി മൂവ്മെന്റ് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഇഷ്ടദൈവത്തോടു കൂടി എന്ത് ചെയ്യണം? അടുക്കണം. ഇഷ്ടദൈവത്തിനോട് നമുക്ക് അടുക്കണം. അപ്പൊ മുസ്ലിംസ് ആണെങ്കിൽ അള്ളാഹ് എന്ന് പറയുന്ന ഒരു, മക്കളെ ഒന്ന് സംസാരിക്കാണ്ടിരിക്കടാ. എന്തിനാ നിങ്ങൾ ഈ പാട്ട് പാടുന്നത്? ഇപ്പൊ ഈ പാട്ട് പാടേണ്ട സമയമാണോ ഇത്? നമുക്ക് പഠിക്കണ്ടേ? ഓക്കെ, അപ്പോ എടാ നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലടാ, മലയാളത്തിലല്ലേടാ ഞാൻ പറയുന്നത്. നാജി എന്താ നാജി? എന്ന് സംസാരിക്കാണ്ടിരുന്നൂടെ? എടാ നിങ്ങൾ കാരണം എത്ര സമയ പോകുന്നതെന്ന് അറിയോ? നിങ്ങൾക്ക് ഈ 1-2 ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നാൽ മതി, നമുക്ക് ഇതിന് ശേഷമുള്ള ചാപ്റ്റർ പഠിക്കണ്ടേ? ഈ 2 ചാപ്റ്റർ വെച്ച് നിർത്തിയാൽ മതിയോ നിങ്ങൾക്ക്? ഫെബ്രുവരി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ തീർക്കാണ്ടെന്ന് അറിയോ? ഓക്കെ, അപ്പോ സൂഫി മൂവ്മെന്റ് ഇതിനാണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തെ, ഇപ്പോ എനിക്ക് പടച്ചോനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പടച്ചോനെ എന്ത് ചെയ്യണം? പടച്ചോനെ കൂടുതൽ കൂടുതൽ അടുക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നിസ്കരിക്കുന്നതൊക്കെ. അപ്പോ ഈ നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടൊരു സാധനം അവിടെ നിൽക്കട്ടെ. അപ്പോ സൂഫി പറഞ്ഞ എന്താ അറിയോ? ഇങ്ങനെ ഇഷ്ടപ്പെട്ട ദൈവത്തിനോട് കൂടുതൽ കൂടുതൽ അടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള ഒരു മാർഗമാണ് പാട്ട് പാടുക. ക്ലിയർ ആണോ? പാട്ട് പാടുക അല്ലെങ്കിൽ ഭക്തിഗാനം പാടുക. അത് വഴിയിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ പറ്റും എന്നാണ് നമ്മുടെ സൂഫി മൂവ്മെന്റ് അല്ലെങ്കിൽ സൂഫി പ്രസ്ഥാനങ്ങൾ പറയുന്നത്. നിങ്ങൾ കേട്ടാൽ മതി, യൂട്യൂബിൽ എടുത്തിട്ട് സൂഫി സോങ്സ് ഒക്കെ അടിച്ചു നോക്ക്. അതായത് ദൈവത്തിന് പ്രകൃതി അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ തന്നെ ആയിരിക്കും. ഏതടാ നീ? എടാ ഒന്നും മിണ്ടാണ്ടിരുന്നൂടാ മോനെ. ആരാണ് ആ സംസാരിക്കുന്ന ആളാരാ? ആ സംസാരിച്ച ആളാരാപ്പോ? എന്താണ്? ആരാണ്? പ്രവതി കൃഷ്ണ എന്റെ മോനൊന്നും മിണ്ടാണ്ടിരുന്നൂടെടാ. നിങ്ങളെ ഇത് എന്താ പറയാ, ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടിരുന്നേ. ഇത് ഓരോരുത്തർ കോട്ട് പോയിടുന്നതും ക്ലാസ്സിൽ കേൾക്കാം, അവിടെ വീട്ടിൽ സംസാരിക്കണം കേൾക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് മറ്റേ മൈക്ക് ഓൺ ചെയ്താൽ പോരെ? അല്ലെങ്കിൽ എന്തിനാ അത് തുറന്നുകൊണ്ട് വെച്ചിരിക്കുന്നേ? ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ക്ലാസ്സിന് മൊത്തം ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ? നിങ്ങൾക്ക് തോന്നിയ പോലെ സംസാരിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ, നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് പോയിട്ട് സംസാരിച്ചോ. ഇത് നിങ്ങൾ കാരണം എത്രങ്ങാനും ആൾക്ക് ഇപ്പൊ നോക്കി എത്രങ്ങാനും സമയമാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയത്.
ആ സമയമൊക്കെ നമുക്ക് പഠിച്ചുകൂടായിരുന്നു? ഓക്കെ, അപ്പോ പാട്ട് പാടിയിട്ട് അല്ലെങ്കിൽ ഭക്തി ഗാനം ഡിവോഷണൽ സോങ്സ് പാടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ദൈവത്തിന്റെ അടുത്തെത്താന്നുള്ളതാണ് സൂഫി മൂവ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇന്ന് ഫ്രീ ആയി കഴിഞ്ഞാല് സൂഫി സോങ്സ് എന്നൊക്കെ അടിച്ചു നോക്കൊണ്ട് അതൊക്കെ ഈ കുറെ ഭക്തി ഗാനങ്ങളാണ്, ഒരു വേരിയസ് കൈൻഡ് ഓഫ് ഭക്തി ഗാനങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്തു, നമ്മൾ ഈ ഭക്തി ആഴ്വരി നായനാർസിനെയൊക്കെ പോലെ ആളുകളുടെ ഇടയിലേക്ക് പാട്ട് പാടി എന്താ പറയുക, ഓരോ സ്ഥലത്ത് ചെന്നിട്ടും പാട്ട് പാടി ആ മതത്തിൽ അല്ലെങ്കിൽ ആ മൊമെന്റിന്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോ അവർ പ്രചരിപ്പിച്ചിരുന്ന ആശയങ്ങൾ ഇതൊക്കെയായിരുന്നു. ഏകദൈവ വിശ്വാസം, സിംഗിൾ ഡിവോട്ടി, അതായത് ഒരു ദൈവമുള്ള ലോകത്തിന് മൊത്തം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് ഒരു 10 ദൈവം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇപ്പൊ നമ്മുടെ ഭക്തി പ്രസ്ഥാനത്തില് ശൈവരും ആഴ്വരും നായനാർസും ഉണ്ട്. നായനാർസ് പറയാണ് ശിവനാണ് ഏറ്റവും വലിയ, അല്ലെങ്കിൽ ശിവൻ തന്നെയല്ലേ, ശിവൻ അല്ല, വൈഷ്ണവനാണ് ഏറ്റവും വലിയ ആള് എന്ന് പറയാണ്. അപ്പൊ ഉറപ്പായിട്ട് നായനാർസ് പറയേ അതല്ല, നമ്മുടെ ശിവനാണ് ഏറ്റവും വലുത് എന്ന് പറയും. അപ്പൊ ഇവര് തമ്മിൽ ഒരു അടി വരും. അപ്പൊ സൂഫി മൂവ്മെന്റ് പറഞ്ഞു നിങ്ങൾ അടി കൂടണ്ട, നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. അപ്പൊ ഒരു ദൈവം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ആരും അടി കൂടില്ലല്ലോ. ഈ ലോകത്തുള്ള മൊത്തം ആളുകളും ഒരു ദൈവത്തിൽ വിശ്വസിക്കുക. ആ ഒരു ആശയമായിരുന്നു സൂഫി മൂവ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റി, സാഹോദര്യം, അതായത് ആണും പെണ്ണും ഒന്നുമില്ല, എല്ലാം നമ്മൾ, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ഓക്കെ, അപ്പൊ അവരോട് എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. ഈ ഒരു ആശയമാണ് ആര് പറഞ്ഞിട്ടുള്ളത്, സൂഫി മൂവ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഇത് പറഞ്ഞാല് സിംഗിൾ ഡിവോട്ടിയാണ്, സിംഗിൾ ഡിവോട്ടി. രണ്ടാമത്തത് ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹോദര്യം. മൂന്നാമത്തെ അവരുടെ മറ്റെന്താ പറയാ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യ സ്നേഹമാണ്. മനുഷ്യ സ്നേഹം, അതായത് ലവ് എന്ന് നമുക്ക് പറയാം, സ്നേഹം. ഈ 3 കാര്യങ്ങളിലാണ് അവരുടെ പാട്ടുകളാണെങ്കിലും, മക്കളെ സംസാരിക്കല്ലേ മക്കളെ, പറയട്ടെ. ഓക്കെ, അവരുടെ എന്താ പറയാ സോങ്സ് ആണെങ്കിലും അവരുടെ ബാക്കി എല്ലാ പ്രവർത്തനമാണെങ്കിലും ഒക്കെ ഈ ഒരു ആശയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനു മുന്നേ സൂഫിസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൂഫി എന്ന് പറഞ്ഞ ഈ ടേം എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ആലോചിക്കാം. സൂഫി എന്ന്, അല്ലെങ്കിൽ കമ്പിളി എന്ന് പറഞ്ഞ, കമ്പിളി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കമ്പിളി, ഈ ആശയം വരുന്ന സൂഫ്, ഇങ്ങനെ ഒരു പദമുണ്ട്, സൂഫ്, SUF. അല്ലെങ്കിൽ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്. ഇതിൽ നിന്ന് ഈ രണ്ടിൽ നിന്നും ഏതെങ്കിലും ഒന്നായിരിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും ശുദ്ധി എന്നുള്ള ഒരു സാധനത്തിൽ നിന്നായിരിക്കാം നമ്മളെ സൂഫി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരാൻ സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ 2 രീതിയിലാണ് സൂഫി എന്ന് പറഞ്ഞ ടേം വന്നത് എന്ന് പറയുന്നു. ഒന്ന് കമ്പിളി എന്നർത്ഥം വരുന്ന സുഫും ശുദ്ധി എന്നർത്ഥം വരുന്ന സഫിയിൽ നിന്നാണ് സൂഫി എന്ന് പറഞ്ഞ ആ ഒരു പേര് വന്നത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോ ഇത് മധ്യേഷ്യയിലാണ് വന്നത്, സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സൂഫി എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്തു, സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന വെർണാക്കുലർ ലാംഗ്വേജ്, അങ്ങനെ എഴുതാം, വെർണാക്കുലർ ലാംഗ്വേജ്, അതായത് പ്രാദേശിക ഭാഷയിലാണ് ഇവര് കാര്യങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പാട്ടുകളെല്ലാം പാടിക്കൊണ്ടിരുന്നത്. നമ്മള് കഥകളിയും ഓട്ടംതുള്ളലും പറഞ്ഞ പോലെ തന്നെ ഇവർ എഴുതിയിട്ടുള്ളത് നിങ്ങള് മലയാളത്തിലാണ്, ഇപ്പൊ കേരളത്തിൽ വരികയാണെങ്കിൽ അവർ മലയാള ഭാഷയിൽ ആ പാട്ട് പാടും. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അത് തമിഴിലായിരിക്കും. ഇനി ഉത്തർപ്രദേശിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദി ആയിരിക്കും. അങ്ങനെ ആ പ്രാദേശിക വെർണാക്കുലർ ലാംഗ്വേജിലാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ സോങ്സ് എല്ലാം എഴുതിയിട്ടുള്ളത്. മക്കളെ സംസാരിക്കല്ലേ, സോങ്സ് എഴുതിയിട്ടുള്ളത്. ഇതുകൊണ്ട് എന്താ വെച്ചാല് എവരിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അതായത്
അണ്ടർസ്റ്റാൻഡ്. അതായത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാവർക്കും ഓക്കെ. എല്ലാവർക്കും എന്ത് ചെയ്തു? ഈ വെർണക്കുലർ ലാംഗ്വേജ് യൂസ് ചെയ്തപ്പോ എന്ത് പറഞ്ഞു? എല്ലാവർക്കും അത് മനസ്സിലായി. ഇപ്പോ നമ്മൾ എപ്പോഴും പറയുന്നത് അതാണ്. ഇപ്പോ ഭക്തി മൂവ്മെന്റും ഇത്ര എന്താ പറയാ സ്പ്രെഡ് ആവാനുള്ള കാരണം ഒന്ന്, അതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു കാരണം അത് പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ വെർണാക്കുലർ ലാംഗ്വേജിലാണ് എന്ത് അത് വെർണാക്കുലർ ലാംഗ്വേജിലാണ് അത് ആ സോങ്സ് എല്ലാം പാടിയിരുന്നത്, അത് സ്പ്രെഡ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. എന്താ മോനെ? എന്താ പറഞ്ഞോ? സെൻട്രൽ ഏഷ്യ അവിടെ എന്താ മക്കളെ, സെൻട്രൽ ഏഷ്യ ഇപ്പൊ ഞാൻ പറയാം. സെൻട്രൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥലം ഉണ്ടോ? ആക്ച്വലി സെൻട്രൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്ഥലമില്ല. അത് നമ്മള് ഇപ്പൊ നോക്കിയേ, ഇത് നോക്കിയേ, ഇതൊരു ഇന്ത്യ ആണെന്ന് കൂട്ടിക്കോ. ഇന്ത്യന്റെ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ സെൻട്രൽ ഇന്ത്യ എന്ന് പറയാ. അതേപോലെ ഏഷ്യയുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു മിഡിൽ റീജിയണിൽ കിടക്കുന്നതിനാണ് നമ്മൾ മധ്യേഷ്യ എന്ന് പറയാ. ക്ലിയർ ആണോ? അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്തത് ഇവര് എന്തിനൊക്കെ ആയിരുന്നു എന്താ പറയാ എതിർത്തിരുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഈ സെൻട്രൽ ഏഷ്യയിൽ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാല്, അവിടുത്തെ രാജാക്കന്മാരെല്ലാം, കിങ്ങുകളെല്ലാം എന്തിനൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്? വെൽത്ത്, പവർ, ലക്ഷൂറിയസ് ലൈഫ്. അതായത് സമ്പത്ത്, അധികാരം, ആഡംബരം, ഈ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അന്നത്തെ കിങ്സ് അല്ലെങ്കിൽ അന്നത്തെ റൂളേഴ്സ്, രാജാക്കന്മാര് എന്ത് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷെ ഇതിനെല്ലാം എതിരായിരുന്നു ആര്? നമ്മുടെ സൂഫി മൂവ്മെന്റ്. ഓക്കെ, നോക്കി, ഇതിനെല്ലാം എതിരായിരുന്നു. അതായത് സമ്പത്തിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ആരെയും മറ്റെന്താ പറയാ വെറുക്കാനോ അല്ലെങ്കിൽ അവര് അടിപൊളിയാണെന്ന് പറയാനോ നിൽക്കരുത്. പവർ, ഇതെല്ലാം എന്ത് ചെയ്യാ, എപ്പോഴും നമ്മുടെ സിമ്പിൾ ലൈഫ്, അതായിരുന്നു നമ്മുടെ സൂഫി മൂവ്മെന്റ് മുന്നോട്ട് വെച്ചിരുന്ന ആശയം. ഓക്കെ, സിമ്പിൾ ലൈഫ് നമ്മുടെ ഗാന്ധിജിയുടെ ഒക്കെ ഒരു ആശയമായിരുന്നു. ഗാന്ധിജി കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരു ഒറ്റമുണ്ട്, ഒരു തോർത്ത് കൊടുക്കുകയല്ല, ഒരു മുണ്ട് ഉടുക്കും, ഒരു മുണ്ട് പൊതിക്കുകയും ചെയ്തിട്ടായിരുന്നു നടന്നിരുന്നത്. നിങ്ങൾക്ക് അറിയാം, പണ്ട് ഗാന്ധിജി അംബേദ്കറിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഫോട്ടോയില്? എങ്ങനെയായിരുന്നു അംബേദ്കർ? നിങ്ങൾ കണ്ടിട്ടുള്ള അംബേദ്കർ എങ്ങനെയാ? ഒരു കണ്ണട ഇട്ടിട്ട് തലയിലൊരു തൊപ്പി വെച്ചിട്ട് തൊപ്പിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അവിടെ നിൽക്കട്ടെ. അതായത് നിങ്ങൾ പറഞ്ഞത് പോയിന്റ് ഇതാണ്. അതായത് അദ്ദേഹം കോട്ടും സൂട്ടും ഇട്ടിട്ടായിരുന്നു നടത്തിയിരുന്നത്, അല്ലെ? ഗാന്ധിജി വളരെ സിമ്പിൾ ആയിട്ടാണ് നടന്നിരുന്നത്. എന്നാൽ അംബേദ്കർ കോട്ടും സൂട്ടും ഇട്ടിട്ടായിരുന്നു നടന്നിരുന്നത്. അപ്പോ ഒരിക്കല് അംബേദ്കറിനോട് ചോദിച്ചു, അംബേദ്കർ എപ്പോഴും ഈ താഴ്ന്ന നമ്മൾ പറയില്ല, സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്ക് എന്താ പറയാ അവരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ആളായിരുന്നു അംബേദ്കർ. അപ്പൊ നിങ്ങള് ഈ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ആളുകള് എന്ത് ചെയ്യാണ്, അങ്ങനെ ഡ്രസ്സൊന്നും ഇല്ലാതെ കീറി പറഞ്ഞ ഡ്രസ്സ് ഇട്ട് മുന്നോട്ട് അങ്ങനെ പോകുമ്പോ അംബേദ്കർ ആയിട്ടുള്ള നിങ്ങൾ എന്തിനാണ് ഈ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ട് നടന്നിട്ടുള്ളത് എന്ന് ഒരിക്കൽ അംബേദ്കറിനോട് ഒരാൾ ചോദിച്ചു. നിങ്ങൾ ഗാന്ധിജീനെ നോക്കൂ, ഗാന്ധിജി എന്താണ് ഒറ്റമുണ്ട് കൊടുത്തിട്ടാണ് നടക്കുന്നത്. അപ്പോ ഈ താഴെ തട്ടിലുള്ള ആളുകളെ ഉയർത്തി കൊണ്ടുവരാൻ ശരിക്കും ഗാന്ധിജിക്കല്ലേ പറ്റുക? നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു സായിപ്പിനെ പോലെ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നടക്കുകയാണ്, അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു. അപ്പോ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അംബേദ്കർ പറഞ്ഞ കാര്യം, അതായത് ഈ താഴെ തട്ടിലുള്ള ജനങ്ങൾ,
മൂപ്പർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കോട്ട് സ്യൂട്ടൊന്നും ധരിക്കാനുള്ള അവകാശമില്ലാത്തൊരു സമയത്ത്, ഓക്കെ, കോട്ടും സ്യൂട്ടും ധരിക്കാൻ അവകാശമില്ലാത്തൊരു സമയത്ത് ഞാൻ ഈ കോട്ടും സ്യൂട്ടും ഒക്കെ ഇവിടെ നിൽക്കുമ്പോൾ അവർക്കും മനസ്സിലാവും എന്താണ് ഞങ്ങൾക്കും ഇതൊക്കെ ധരിക്കാം എന്നൊരു ആശയം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോട്ടും സ്യൂട്ടും ഇട്ട് നടക്കുന്നതെന്ന് നമ്മുടെ അംബേദ്കർ ഒരു പറഞ്ഞ കാര്യം ഞാനത് സാന്ദർഭികമായിട്ട് ഈ സൂചിപ്പിച്ചു എന്നുള്ളൂ. ഓക്കെ, അപ്പോ പറയൂ മക്കളെ, പറയ്. സർ സംശയമില്ലേ? അല്ലേ? ഡിവോഷൻ എന്ന് പറഞ്ഞാൽ ഭക്തി. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം ഓക്കെ, അതായത് വെൽത്ത്, പവർ, ലക്ഷൂറിയസ് ലൈഫ്, ഇതിനൊക്കെ എതിരായിരുന്നു ആര്? നമ്മുടെ സൂഫി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ സൂഫി മക്കളെ മിണ്ടല് ഈ സൂഫി മൂവ്മെന്റ്സില് നമ്മൾ സന്യാസികളെ അല്ലെങ്കിൽ ഇതിലുള്ള സൂഫീസിന് നമ്മളൊരു പേര് പറയും, അവരാണ് സിൽസില എന്ന് പറയാം. സിൽസിലാസ് എന്നാ പറയാ, സിൽസില. ഈ സിൽസില എന്ന് പറയും മക്കളെ സംസാരിക്കല് 12 സിൽസിലകളായിരുന്നു ഉണ്ടായിരുന്നത്. സൂഫി മൂവ്മെന്റില് മൊത്തം 12 സിൽസിലകളായിരുന്നു ഉണ്ടായിരുന്നത്. അതില് 2 സിൽസിലകൾ നമ്മുടെ ഇന്ത്യയിലെത്തി. ആരൊക്കെയായിരുന്നു അത്? ഒന്ന് ഖജ്വ മൊയ്ജീൻ ചിസ്തിയും പിന്നെ സുഹ്റാവർദി എന്ന് പറഞ്ഞിട്ടുള്ള 2 ഒന്ന് സുഹ്റാവർദി എന്ന് പറഞ്ഞിട്ടുള്ള 2 സൂഫി സന്യാസിമാരാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ചിലപ്പോ നിങ്ങളോട് ചോദിക്കാട്ടോ, കുറച്ച് ആൾക്കാരെ പേര് തന്നിട്ട് സിൽസില. ഓക്കെ, ഇന്ത്യയിൽ താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യയിലേക്ക് വന്ന സിൽസിലകൾ ആരായിരുന്നു? ഒരു 2-3 ആൾക്കാരെ പേര് തന്നിട്ട് ചിലപ്പോ ചിസ്തിയോ അല്ലെങ്കിൽ സുഹ്റവർദിയോ തരാം, എന്നിട്ട് നിങ്ങളോട് ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ലക്ഷൂറിയസ് ലൈഫ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം? സ്പിരിച്വൽ, ഓക്കെ, ലക്ഷൂറിയസ് ലൈഫ് അവോയ്ഡ് ചെയ്തിട്ട് സ്പിരിച്വൽ ലൈഫ് നിങ്ങൾ എന്ത് ചെയ്യണം? സ്പിരിച്വൽ ലൈഫാണ് വേണ്ടത്. നിങ്ങൾ ലക്ഷൂറിയസ് ലൈഫ് ഒരിക്കലും അതിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങനെ ജീവിക്കരുത്. സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സൂഫി മാസ്റ്ററിനെ നമ്മൾ പറയാ, സൂഫി മാസ്റ്ററിനെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുക? പീർ എന്നാണ്. പീർ. ഓക്കെ, ഇതിലെ ഫോളോവേഴ്സിനെ നമ്മൾ എങ്ങനെ പറയാ? ഫോളോവേഴ്സിനെ മുറീദ് എന്നാണ് പറയാ കേട്ടോ. ഓക്കെ, പിറും മുറീദും. പിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ആണ്. അതിനെ നമുക്ക് ഷെയ്ഖ് എന്നും കൂടി പറയാം കേട്ടോ, ഷെയ്ഖ്. ഓക്കെ, അപ്പൊ സൂഫിയിലെ മാസ്റ്ററിനെ നമ്മൾ പിർ എന്നും ഫോളോവേഴ്സിനെ നമ്മൾ മുറീദ് എന്നുമാണ് പറയാം. ഓക്കെ, നമുക്ക് ഇപ്പൊ തൽക്കാലം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞേ, നമുക്കത് തീർത്തിട്ട് ഇന്ന് അടുത്ത ക്ലാസ്സോട് കൂടി നമ്മളെ സൂഫി മൂവ്മെന്റ് തീരും. മീനിങ് എന്താണ് സാർ ഒരാൾ ചോദിച്ചു? വെൽത്ത് എന്ന് പറഞ്ഞ സമ്പത്ത്. ഈ ബോർഡർ എന്താ? എന്താണ് സൂഫി കഴിഞ്ഞാൽ എന്താ? മാസ്റ്റർ ഏത് സാറ് നല്ല അടിപൊളി മാസായിരുന്നു കേട്ടോ. താങ്ക് യു മോനെ. നാളെ ഓക്കെ, അത് എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് മറ്റേ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ അല്ലേ, അതിൽ വരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, എന്താണ് PIR എന്ന് പറയുന്നത്? പിർ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലിൽ എഴുതിയെന്നുള്ളൂ. പിർ തന്നെയാണ് വായിക്കുക, അതിന് ഫുൾ ഫോമോ ഒന്നുമില്ല. പറയാം. കഴിഞ്ഞോ? സംശയം കഴിഞ്ഞോ എല്ലാവർക്കും?
വേറെ നെയിം ഒന്നുമില്ല. വേറെ നെയിമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പഠിക്കാനുള്ള നെയിമുകളിലേ പഠിക്കാൻ പറ്റൂ. സാറേ ആദ്യം ഷോർട്ട് ആ. ആയിട്ട് പറഞ്ഞു. എന്താ മക്കളെ? മുരീദ് അല്ല. മുറീദ് എന്ന് പറഞ്ഞാൽ ഈ short ആയിട്ട് സൂഫി മൊമെന്റ്, അതായത് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മുരീദ് ഉസ്താദുമാർ പറയട്ടെ ഉസ്താദുമാരാണ് എന്ത് നമ്മള് മുസ്ലിമിൽ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളാണ് ഉസ്താദ്, അല്ലെ? ഉസ്താദിനെ നമുക്ക് എന്ത് പറയാം? ഈ സൂഫിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പിർ എന്ന് പറയും ഉസ്താദിനെ. നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ്? ഈ ഇസ്ലാം മതം വിശ്വസിച്ച് പോകുന്ന, ഈ ഉസ്താദ് പറയുന്ന കാര്യം കേൾക്കാൻ പോകുന്ന ആൾക്കാരാണ്, അല്ലെ? നമ്മൾ അതിന്റെ ഫോളോവേഴ്സ് ആണ് ഇസ്ലാം മതത്തിന്. നമ്മളെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മുറീദ് എന്ന് പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. സാറേ ക്ലാസ് നല്ല സെറ്റപ്പ് ക്ലാസ്. സാറേ ക്ലാസ് കഴിഞ്ഞോ? നമുക്ക് ക്ലാസ് കഴിഞ്ഞു. നമുക്ക് നോട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് അയച്ചു തരാം. താങ്ക് യു. ഓക്കെ താങ്ക് യു. ആയിക്കോട്ടെ മക്കളെ. സാറേ ആദ്യം മുതൽ പറയാമോ? ശരി ശരി. ബൈ 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 ബൈ. സാറേ താങ്ക് യു സാർ. താങ്ക് യു സാർ. സാറേ താങ്ക് യു സാർ. താങ്ക് യു സാറേ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ക്ലാസ് സർ ക്ലാസ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ് പോണെങ്കി പോയിക്കോ.